കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. കെ കരുണാകരൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ലേലം വിവാദമാകുന്നു. നഗരസഭയുടെ കെ കരുണാകരൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ലേലത്തിനെടുത്തയാൾ അത് ഒഴിഞ്ഞ സാഹചര്യത്തിൽ രണ്ടാമത് ലേലം വിളിച്ചയാൾക്ക് കടമുറികൾ കൈമാറാൻ ചെയർപേഴ്സൺ നൽകിയ മുൻകൂർ അനുമതിയാണ് കൗൺസിൽ യോഗത്തിൽ വൻ പ്രതിഷേധത്തിനിടയാക്കിയത്. ചെയർപേഴ്സന്റെ ഈ നടപടി അന്തിമമായി വോട്ടെടുപ്പിലൂടെ കൗൺസിൽ അംഗീകരിച്ചു. എന്നാൽ കോൺഗ്രസ് RMP അംഗങ്ങൾ ഇതിനെതിരെ വോട്ട് ചെയ്തപ്പോൾ BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ചെയർപേഴ്സൺ നൽകിയ മുൻകൂർ അനുമതി ചട്ടവിരുദ്ധമാണെന്ന് കോൺഗ്രസ് RMP അംഗങ്ങളായ ഷാജി അലിക്കൽ, ലബീബ് ഹസൻ, ബിനീഷ് എന്നിവർ യോഗത്തിൽ ആരോപിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് RMP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി കൗൺസിൽ യോഗം അല്പനേരം തടസ്സപ്പെടുത്തി. അതേസമയം നഗരസഭയുടെ കെട്ടിടമുറികൾ ലേലത്തിന് വെക്കുമ്പോൾ വൻ തുക വിളിച്ച് നഗരസഭയെ കബളിപ്പിക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് രണ്ടാമത് ലേലം വിളിച്ചയാൾക്ക് നൽകാൻ മുൻകൂർ അനുമതി നൽകേണ്ടി വന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലേല നടപടികളിൽ നഗരസഭയ്ക്ക് യാതൊരുവിധ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സെക്രട്ടറി KK മനോജ്, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ അറിയിച്ചു. കൗൺസിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചെയർപേഴ്സണെ മറികടന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ മറുപടി നൽകി. സൂപ്പർ ചെയർമാൻ ചമയുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നും ഗതാഗത ഉപദേശ സമിതി യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്നും BJP അംഗം ശ്രീജിത്ത് ആരോപിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം താൽക്കാലിക ഷെഡ് നിർമ്മിക്കണമെന്ന് കോൺഗ്രസ് അംഗം ലബീബ് ഹസൻ ആവശ്യപ്പെട്ടു. കേടായ ക്യാമറകൾ നന്നാക്കുന്ന ജോലികൾ അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വിശദീകരിച്ചു. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള വൺവേ റോഡിൽ ഓണത്തിനു മുൻപായി വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടയുമെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ അറിയിച്ചു. സംസ്ഥാന സർക്കാർ നീക്കിവെച്ച ബജറ്റ് വിഹിതത്തിൽ UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് വൻ വെട്ടിക്കുറവ് വരുത്തിയത് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ആശങ്ക പ്രകടിപ്പിച്ചു. എങ്കിലും വാർഡുകളിലേക്കുള്ള പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഷനോഫ്, സോമൻ, രേഷ്മ, ഗീതാ ശശി, സോണി ഷാജി, മിനി മോൺസി തുടങ്ങിയ കൗൺസിൽ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു.